ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണ്, നമ്മൾ ഇത്രയും നാൾ കണ്ടേക്കുന്നത് നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ചിരുന്ന കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഓർ അസംഷൻ. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇൻഫറൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് കോസ് ആൻഡ് എഫക്റ്റ് വരും. ഇങ്ങനെ കുറേ പാറ്റേൺസിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ ഒത്തിരി പേർക്ക് തെറ്റാറുണ്ട്. കാരണം എന്താ, ഇത് എന്തൊക്കെയാണ് ഇതുകൾ തമ്മിലുള്ള വ്യത്യാസം? ഇൻഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, അസംഷൻ എന്ന് വെച്ചാൽ എന്താണ്, കോസ് എന്ന് വെച്ചാൽ എന്താണ്, എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതല്ലേ പ്രശ്നം. നമ്മളത് ഈ പ്രശ്നങ്ങൾ ഒരു 3-4 വീഡിയോ കൊണ്ട് തീർക്കാൻ പോവുകയാണ്. നമ്മൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റാക്കി മനസ്സിലാക്കി നമ്മൾ പോകണം. സോ അടുത്ത ക്വസ്റ്റ്യൻസിന് ഇനി വരുന്ന CGL CHS ക്വസ്റ്റ്യൻസിന് ക്രിട്ടിക്കൽ തിങ്കിങ് ഉറപ്പായിട്ടും ചോദിക്കും. കാരണം എഡ്യൂക്കേറ്റ് ഇത്രയും നാളും ഫോക്കസ് ചെയ്ത് ഇപ്പം നടത്തിയ എക്സാംസിന് ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു പാർട്ടാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം, പെട്ടെന്ന് നോക്കിപ്പോ എന്താ കാര്യം പെട്ടെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കും. നമ്മൾ നോക്കാൻ പോകുന്ന 2 കാര്യമാണ്. എന്താണ് അസംഷനും അതുപോലെ തന്നെ കൺക്ലൂഷനും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവർ പറയുന്നതെന്ന് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം അസംഷൻ നോക്കാം. An assumption is an unstated fact or idea that must be true for a given statement or argument to make sense or be valid. എന്താണ് അസംഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് തന്നിട്ടില്ല, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന മീൻസ് അസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ശരിയാണ്, അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത്. മനസ്സിലായില്ലേ? അസ്യൂം ചെയ്യണം. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ടില്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യണം. എന്താണ്, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പറയുവാണ്, എടാ നീ ഇപ്പൊ കുട എടുക്കാതല്ലേ പുറത്തോട്ട് ഇറങ്ങുന്നത്, ഇപ്പൊ കുട എടുക്കാതെ പുറത്തോട്ട് ഇറങ്ങിയ നനയും, നിങ്ങൾ നനയും, ഇങ്ങനെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പുറത്ത് മഴ പെയ്യുന്നുണ്ട്. മനസ്സിലായോ? അമ്മ പറയുക, നീ ഇപ്പൊ കുട എടുക്കാതെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാൽ നീ നനയത്തില്ലെന്ന് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം പുറത്ത് മഴ പെയ്യുന്നുണ്ട്, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ കുട എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെ പറയുമോ? ഇല്ല. മനസ്സിലായി? നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അത് ഉറപ്പായിട്ടും ട്രൂ ആയ ഒരു കാര്യമാണ്. കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നനയുന്നത്. അല്ലാതെ എന്തെങ്കിലും കാരണം നല്ല വെയിലാണ് നമ്മൾ നനയും? ഇല്ല. അപ്പൊ ട്രൂ ആയ ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അസംഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ അതിൻ്റെ അകത്ത് റിട്ടൺ ആയിട്ട് എഴുതി തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ലോജിക്കലി നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യം 100% ട്രൂ ആയ ഒരു കാര്യം. ചാൻസ് ഉള്ളൊരു കാര്യമില്ല, 100% ട്രൂ ആയ ഒരു കാര്യത്തിനാണ് അസംഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ചെറിയൊരു 3 പോയിന്റ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അസംഷൻസ് ആർ നെവർ ഡയറക്ട്ലി സ്റ്റേറ്റഡ്. പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ, യു മസ്റ്റ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ആ ലൈൻസിന്റെ ഇടയ്ക്ക് പറയാതെ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ പറയാതെ കുറച്ച് കാര്യങ്ങൾ പറയത്തില്ലേ, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യത്തില്ലേ, പറയാതെ പറയും. ആൾക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അതാണ് അസംഷൻ. അടുത്തെന്താ, ദേ ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് ദ ആർഗ്യുമെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ആ പറഞ്ഞേക്ക സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെങ്കിൽ എന്താണ്, അസംഷൻ ട്രൂ ആവണം. മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് കുട എടുക്കാതെ ഇറങ്ങിയാൽ നനയത്തുള്ളൂ. ഇല്ല, മഴ പെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നനയും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെങ്കിൽ അസംഷൻ ട്രൂ ആവണം. ഓക്കെ അല്ലേ? പിന്നെന്താണ്, ദ അസംഷൻ മസ്റ്റ് ബി ലോജിക്കലി കണക്റ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ്. ലോജിക്കലി കണക്റ്റഡ് അല്ലേ? ലോജിക്കലി കണക്റ്റഡ് ആയിരിക്കണം. നമ്മളിപ്പോ പറയുക നമ്മൾ മഴ പെയ്തു എന്ന് ലോജിക്കലി നമ്മൾ അസ്യൂം ചെയ്തു. ഇത് മഴ നനയും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, കുട എടുക്കാതെ പോയി. ഇത് 2 ലോജിക്കലി കണക്റ്റഡ് അല്ലേ? കുട എടുക്കാതെ പോയാൽ നനയത്തില്ലേ? ഉറപ്പായിട്ടും നനയും. മഴ പെയ്യുന്നതുകൊണ്ടല്ലേ നനയുന്നത്? അപ്പോൾ ലോജിക്കലി 100% കറക്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അസംഷൻ ആണ് എന്നെങ്ങനെ മനസ്സിലാക്കും? ഇത് അസംഷൻ ആണോ, അതോ കോസ് ആണോ, എഫക്റ്റ് ആണോ, കൺക്ലൂഷൻ ആണോ? ഇത് എങ്ങനെ മനസ്സിലാക്കും? അതിനൊരു വഴിയുണ്ട്. ഈസ് ദിസ് നെസസറിലി അസ്യൂംഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ നോക്കുക, ഇത് ഞാൻ ഇതിൽ നിന്ന് അനുമാനിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അനുമാനിക്കുന്നത്. ഞാൻ ഈ സെന്റൻസ് വായിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമല്ലേ? മനസ്സിലാക്കി എടുക്കണം. പുറത്തെ ഒരു നോളജും വെക്കില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കണം തരുന്ന സെന്റൻസിൽ. അങ്ങനെ തരുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഈസ് ദിസ് നെസസറിലി അസ്യൂംഡ് ഇൻ ദ സെന്റൻസ്? സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അസ്യൂം ചെയ്ത് ഞാൻ എടുക്കുന്നതാണോ? ആണെങ്കിൽ അത് അസംഷനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം മാത്രം നിങ്ങൾ ചോദിച്ചു. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈസ് ദിസ് നെസസറിലി അസ്യൂം? ഞാൻ അസ്യൂം ചെയ്ത് എടുക്കുന്നല്ലേ? അതെ ആണെങ്കിൽ അത് അസംഷനാണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഗവൺമെന്റ് ഷുഡ് മേക്ക് യോഗ കമ്പൽസറി ഇൻ ഓൾ സ്കൂൾ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അസംഷനോട് നമുക്ക് നോക്കിക്കോ. യോഗ ഇംപ്രൂവ്സ് ചിൽഡ്രൻസ് ഹെൽത്ത്. ഓൾ സ്കൂൾസ് ഹാവ് ഫെസിലിറ്റീസ് ടു കണ്ടക്ട് യോഗ സെക്ഷൻ. ഏത് അസംഷൻ ആണ്? ഇംപ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നൊരു വാക്ക്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ അസ്യൂം ചെയ്യുന്ന അങ്ങനത്തെ ഏകദേശം അർത്ഥമാണ് വരുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇൻഫേർഡ് ഫ്രം, നോട്ട് ഡയറക്ട്ലി ഗിവൺ, ഇൻഫേർഡ് ഫ്രം. ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, അതാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് എന്നുണ്ട്. അതെന്താണ്? കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്,
അതാണ് എക്സ്പ്ലിസിറ്റ്. ഓക്കെ അല്ലേ? ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഓക്കെ അല്ലേ? അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. അതിൻ്റെ അകത്ത് മെയിനായിട്ട് എടുത്ത് പറയാം. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ സെന്റൻസിൽ നിന്ന് എന്താണ് പറയുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ യോഗ സെക്ഷൻസ് സ്കൂളിൽ മാൻഡേറ്ററി ആക്കണമെന്നൊരു ഐഡിയ കൊണ്ടുവരികയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് അസംഷൻ എന്താണ്? യോഗ ഇംപ്രൂവ്സ് ചിൽഡ്രൻസ് ഹെൽത്ത്. അത് കറക്റ്റ് അസംഷൻ അല്ല, അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പറയേണ്ട കാര്യമുണ്ടോ? ചിൽഡ്രൻസ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നില്ല, അതെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ സ്കൂളിലും കൊണ്ടുവരാൻ ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കുമോ? ഇല്ല. നമുക്കത് മനസ്സിലാവുന്നതാണ്. യോഗ എന്ന് പറയുന്ന സാധനം ചിൽഡ്രന്റെ ഹെൽത്തിന് നല്ലതാണ്, അത് മനസ്സിലായി. ഓക്കെ അല്ലേ? അത് മനസ്സിലായി, അത് ട്രൂ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ആ അസംഷൻ? എന്താണ്? ട്രൂ ആണ്. ഓക്കെ അല്ലേ? ട്രൂ ആണ്. അടുത്ത എന്താണ്? ഓൾ സ്കൂൾസ് ഹാവ് ഫെസിലിറ്റി ടു കണ്ടക്ട് യോഗ സെക്ഷൻ. അത് ഉറപ്പായിട്ട് ട്രൂ ആയ കാര്യമാണ്. ചില സ്കൂളുകൾക്ക് യോഗ സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കാണത്തില്ല. ചിലയിടത്ത് കാണും, ചിലയിടത്ത് കാണത്തില്ല. എല്ലാ സ്കൂളിലും ഫെസിലിറ്റി ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കാവുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ആ അസംഷൻ തെറ്റാണ്. ചില സ്കൂളിൽ കാണത്തില്ല, മനസ്സിലായില്ലേ? ചില സ്കൂളിൽ കാണത്തില്ല. നമുക്ക് പറയാവോ? നമ്മളിപ്പോൾ പറയുവാണ് യോഗ സെക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്ന് പറയുന്നു, അടുത്ത മാസം തൊട്ട് യോഗ. എല്ലാ സ്കൂളിലും ഇതുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് അനുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ചിലയിടത്ത് കാണത്തില്ല. അപ്പോൾ എന്താണ്? ആ ഫെസിലിറ്റി പിന്നീട് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് പിന്നീടുള്ള കാര്യം. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം നല്ലതാണ്, അതുകൊണ്ട് ഇവർ കൊണ്ടുവരാൻ തീരുമാനിച്ചു, അത്ര മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അസംഷൻ മനസ്സിലായോ? കഥ മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇനി നമുക്ക് അടുത്ത നോക്കാം. കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു കാര്യം, കൺക്ലൂഷൻ. Conclusion is a decision, opinion or a judgment that logically follows from the information in the statement. ആ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫോളോ ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അവസാനം കിട്ടുന്ന റിസൾട്ട് അല്ലെ ഒരു വിധി, അതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫൈ ചെയ്ത് ഡയറക്ട്ലി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് അതിൻ്റെ വിധി, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. രണ്ടാമത് വരുന്ന കാര്യം അസംഷൻ എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള കാര്യമാണ്. ഓക്കെ, കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഒരു വിധി, ലാസ്റ്റ് വരുന്ന സെക്കൻഡ് വരുന്ന ഒരു കാര്യമാണ് കൺക്ലൂഷൻ. മനസ്സിലായില്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഡയറക്റ്റ് ഇൻഫറൻസ് നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കുമല്ല, അത് കറക്റ്റ് ആയിട്ട് ഇൻഫേർഡ് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിച്ചു. മനസ്സിലായോ? ദിസ് ഡെഫിനറ്റ്ലി ഫോളോസ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്. ഈ കൺക്ലൂഷൻ കണ്ടുപിടിക്കുക എളുപ്പ വഴി എന്താ നോക്കുക, ഇത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ, ഇത് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാവും, അത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അത് ട്രൂ ആണ്, കൺക്ലൂഷൻ ആണ്. മനസ്സിലായോ? അസംഷനും കൺക്ലൂഷനും. അസംഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആ അസംഷൻ, നമ്മുടെ ആ ചിന്ത അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ മനസ്സിലാക്കുന്ന ട്രൂ ആണെങ്കിൽ അസംഷൻ ട്രൂ ആണ്. കൺക്ലൂഷൻ എന്ന് വെച്ചാൽ അസംഷൻ നടന്നു കഴിഞ്ഞാൽ, അല്ല സ്റ്റേറ്റ്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും, അതാണ് കൺക്ലൂഷൻ. മനസ്സിലായോ? കൺക്ലൂഷൻ അവസാനം വരുന്നത് അസംഷൻ നേരത്തെ ഉള്ളൊരു സംഭവം. മനസ്സിലായല്ലോ? അസംഷൻ മനസ്സിലാക്കുന്നത്, കൺക്ലൂഷൻ കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓൾ സ്റ്റുഡൻസ് ഹൂ വർക്ക് ഹാർഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ല മാർക്ക് കിട്ടും എന്നാണ്. രവി വർക്ക്സ് ഹാർഡ്. രവി എന്ന് പറയുന്ന ഒരു കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി കൺക്ലൂഷൻ, രവി വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് അല്ലേ? അസംഷന് പറയുന്നത് എന്താണ്? നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്ന് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രവി നന്നായിട്ട് പണിയെടുത്തെന്ന് പറയുന്നു, അപ്പോൾ ഉറപ്പായിട്ട് അവന് നല്ല മാർക്ക് കിട്ടും. കൺക്ലൂഷൻ ട്രൂ അല്ലേ? കൺക്ലൂഷൻ ട്രൂ ആണ്. അവന് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം എന്താ? കഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രവി കഷ്ടപ്പെട്ടുണ്ട്, അവന് നല്ല മാർക്ക് കിട്ടും. ഇനി അടുത്ത കൺക്ലൂഷൻ. അപ്പോൾ കൺക്ലൂഷൻ 1 ട്രൂ ആണ്. ഇനി കൺക്ലൂഷൻ 2 നോക്കാം. രവി ഹൂ ഡോണ്ട് വർക്ക് ഹാർഡ്, അല്ല സ്റ്റുഡൻസ് ഹൂ ഡോണ്ട് വർക്ക് ഹാർഡ് നെവർ ഗെറ്റ് ഗുഡ് മാർക്സ്. അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് അസ്യൂം അല്ല, അത് നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? നമ്മൾ പഠിക്കാത്ത ആർക്കും നല്ല മാർക്ക് കിട്ടുക, അല്ല കഷ്ടപ്പെടാത്ത ആർക്കും നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലർക്ക് നല്ല മാർക്ക് കിട്ടിക്കാണും, എന്തോ കാരണം കൊണ്ട് ചിലർക്ക് നല്ല മാർക്ക്, ചിലപ്പോൾ ലക്കായിരിക്കും. ഓക്കെ, പഠിച്ചിട്ടില്ല, ഞാൻ ഒന്നും വർക്ക് ഹാർഡ് ചെയ്തില്ല, ഞാൻ 100 ക്വസ്റ്റ്യൻ ഞാൻ കുത്തിയാ 100 ക്വസ്റ്റ്യൻ എൻ്റെ ലക്ക് കാരണം ശരിയായി. അങ്ങനെ ശരിയാവണമെന്നല്ല പറയുന്നത്, അങ്ങനെ ശരിയായിക്കൂടെ? ശരിയാവാം. അപ്പോൾ ഉറപ്പായ ഒരു കൺക്ലൂഷനാണോ? അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഉറപ്പായ ഒരു കൺക്ലൂഷനാണോ? അല്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, 100 എണ്ണം ഉണ്ടായാലും 100 ഓപ്ഷൻ ഞാൻ കുത്തി, 100 ഓപ്ഷനും കറക്റ്റ് ആയിരുന്നു. ലക്ക് കാരണം അങ്ങനെ സംഭവിച്ചൂടെ? അതുകൊണ്ട് വർക്ക് ഹാർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മാർക്ക് കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്കും വർക്ക് ഹാർഡ് ചെയ്യാത്തവർക്കും നല്ല മാർക്ക് കിട്ടും. പക്ഷേ ഒറ്റ കാര്യം ഉറപ്പിക്കാം, ഉറപ്പിക്കുന്ന റിസൾട്ട് എന്താണ്? വർക്ക് ഹാർഡ് ചെയ്ത എല്ലാവർക്കും, നന്നായിട്ട് കഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി, അത് ഉറപ്പാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് ഉറപ്പുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെടാത്തവർക്ക് നല്ല മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. മനസ്സിലായോ? ഉറപ്പുള്ള കാര്യം എന്താണ്? ആ സ്റ്റേറ്റ്മെന്റിൽ വൃത്തിക്ക് എഴുതി വെച്ചേക്കുന്ന കാര്യം എന്താണ്? നമ്മൾ എന്താ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്
എഴുതി വെച്ചേക്കുന്ന കാര്യം മാത്രം ട്രൂ ആവുന്നല്ലേ? ട്രൂ ആയില്ലേ? രവിക്ക് നല്ല മാർക്ക് കിട്ടി, ട്രൂ ആയി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 എക്സാമ്പിളുകൾ പെട്ടെന്ന് നോക്കി പോവാം. ഇത് ഒരു ട്രിക്കി എക്സാമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. പ്രൈവറ്റ് സ്കൂൾസ് ആർ ഇൻക്രീസിങ് ഫീസ് എവരി ഇയർ. ഓക്കെ, അസംഷൻ ആണ് ആദ്യത്തെ അകത്ത് പറയുന്നത്. അസംഷൻ പ്രൈവറ്റ് സ്കൂളുകാർ എല്ലാ വർഷവും ഫീസ് ഉയർത്തും. അസംഷൻ എന്താണ്? പേരൻസ് ആർ വില്ലിംഗ് ടു പേ ഹയർ ഫീസ്. ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ്, സ്കൂൾസ് നീഡ് മോർ ഫണ്ട് ഫോർ ഇംപ്രൂവ്മെന്റ്. 2 അസംഷൻസ് പറഞ്ഞു. ആദ്യത്തെ കേസ് എന്താണ്? ഈ പ്രൈവറ്റ് സ്കൂളുകാർ ഫീസ് ഉയർത്തുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? എത്ര ഉയർത്തിയാലും പേരൻസ് തരുമെന്നറിയാം, ഉറപ്പല്ലേ? പേരൻസ് കൊടുക്കത്തില്ലാത്ത എല്ലാ പേരൻസും അല്ലെങ്കിൽ ഒരു മിക്ക പേരൻസ് പറയാം ഞാൻ തരത്തില്ല, ഞാൻ സ്കൂൾ മാറ്റുമെന്ന് പറയുന്ന അങ്ങനത്തെ പേരൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകാർ മാറ്റുമോ? ഫീസ് ഇൻക്രീസ് ചെയ്യുമോ? ഇൻക്രീസ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ അസ്യൂം ചെയ്യുന്നത്? പേരൻസ് ഓക്കെ ഒരു 10% ഫീസ് കൂട്ടിയാൽ ഉറപ്പായിട്ട് പേരൻസ് കൊടുത്ത് അവിടെ പഠിപ്പിക്കും. അതറിയാവുന്നതുകൊണ്ട് അത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും വർഷാവർഷം പ്രൈവറ്റ് സ്കൂളുകാരെ ഫീസ് കൂട്ടുന്നത്. രണ്ടാമത്തെ സ്കൂൾസ് നീഡ് മോർ ഫണ്ട് ഫോർ ഇംപ്രൂവ്മെന്റ്. അത് ഉറപ്പുള്ളൊരു അസ്യൂംഷൻ ആണ്. സ്കൂളിന് നല്ല ഫണ്ട്, ഇനി ഫണ്ട് വേണമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? നമ്മൾ അവരുടെ ബുക്കും എല്ലാം കണ്ടിട്ടുണ്ടോ? നമ്മൾ അവരുടെ ഫണ്ട് കണ്ടിട്ടുണ്ടോ? എന്തോരം ഫണ്ട് ഉണ്ട്, അവരെന്തോരം യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല, നമുക്കത് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സെക്കൻഡ് അസംഷൻ തെറ്റാണ്, ഫസ്റ്റ് അസംഷൻ ശരിയാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം. All students who submit their homework on time. All students must submit their homework on time. എല്ലാ സ്റ്റുഡൻസും ഹോംവർക്ക് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇനി കൺക്ലൂഷന്റെ കാര്യം, സ്റ്റുഡൻസ് ആർ നോട്ട് റെസ്പോൺസിബിൾ. സ്റ്റുഡൻസ് റെസ്പോൺസിബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റുഡൻസ് അല്ല അതിന് റെസ്പോൺസിബിൾ. പിള്ളേർ ബുക്ക് വെക്കണം, ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ പിള്ളേരെ അതിന് റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ശരിയാവുമോ? ഇല്ല, നമുക്ക് അതൊരിക്കലും കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. കൺക്ലൂഷൻ വല്ലതും പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതിൽ നിന്ന് ഇൻഫേർഡ് അല്ല എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ കാര്യം റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത ഹോംവർക്ക് ഈസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്. അത് അതിൻ്റെ അത് കറക്റ്റ് ഓൺ ടൈമിൽ കറക്റ്റ് സമയം വെക്കണം എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കൺക്ലൂഷൻ ടു ഫോളോ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഇതാണ് കൺക്ലൂഷനും അസംഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ അടുത്തതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത് കോസും എഫക്റ്റും എന്താണെന്ന് അടുത്ത വീഡിയോ ഒക്കെ കാണും. അതുവരെ ബൈ. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ കോസും എഫക്റ്റും മനസ്സിലാകണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.